ഈ പ്രാവശ്യത്തെ കാലവർഷക്കെടുതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മരണസംഖ്യ ഉണ്ടായതും ഏറ്റവും കൂടുതൽ കെടുതികൾ അനുഭവിച്ച ജില്ലകളിലൊന്നാണ് കോട്ടയം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ആദ്യമുണ്ടായ ദുരന്തം ജില്ലയുടെ കിഴക്കൻ മേഖലയായിട്ടുള്ള മീനച്ചി താലൂക്കിലെ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ ഉരുൾപൊട്ടലായിരുന്നു. അവിടെ ജോണിയുടെ വീട് ഒലിച്ചു പോവുകയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി റെജീനയും മകൻ ജോസഫിനും അദ്ദേഹം അപകടം പറ്റി വീട്ടിൽ കിടക്കുന്ന സമയമായിരുന്നു. ഈ രണ്ടുപേർ മണ്ണിനടിയിൽ പെട്ട് മരണപ്പെടുകയും ചെയ്ത ദാരുണമായ സംഭവമായിരുന്നു ആദ്യം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത മരണത്തിൻ്റെ വിവരം. അതേ തുടർന്ന് വാഗമണ്ണിൽ മകളുടെ വീട്ടിൽ പോയ തലയോലപ്പറമ്പ് മേഖലയിലെ കുലശേഖരമംഗലത്ത് താമസിക്കുന്ന പ്രഭാകരൻ നായർ, 72 വയസ്സ്, അദ്ദേഹം മണ്ണിടിച്ചിലുണ്ടായി അതിൽപ്പെട്ട് അദ്ദേഹം മരിച്ചു. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് വാകത്താനത്ത് വെള്ളക്കുഴി, യഥാർത്ഥത്തിൽ സർക്കാർ അനാസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇരയായി മരണപ്പെട്ട മിലൻ, 11 വയസ്സുകാരൻ ഷിജു മിലൻ, ഷിജുവിൻ്റെ മകൻ മിലൻ പിന്നീട് മരണപ്പെട്ട സംഭവം. മറ്റൊന്ന് അയർക്കുന്നത്ത് ആറുമാനൂർ സ്വദേശി ജിൻഡോ മാത്യു മണർകാട് വെള്ളക്കെട്ടിൽ വീണ് പറമ്പുകര പാലൂപ്പറമ്പിൽ PS ശരൺ. ഇതുകൂടാതെ കുമരകത്ത് ആംബുലൻസ് ലഭിക്കാതെ 2 പേർ മരണപ്പെട്ട സംഭവം. ഒന്നൊരു ശോഭ, 2 ശോശാമ്മ പീറ്റർ. യഥാർത്ഥത്തിൽ ഒരു ആംബുലൻസ് സമയത്ത് ലഭിച്ചിരുന്നെങ്കിൽ 2 പേരും രക്ഷപ്പെടുമായിരുന്നു. ഇങ്ങനെ മരണസംഖ്യ എടുക്കുമ്പോൾ ഈ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കാലവർഷക്കെടുതിയുമായി മരണമുണ്ടായത്. ഈ മരണമുണ്ടായതിൽ എടുത്തു പറയുമ്പോഴാകട്ടെ, യഥാർത്ഥത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉൾപ്പെടെ ചെയ്തിരുന്നെങ്കിൽ പൂഞ്ഞാർ തെക്കേക്കര ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധാരണ ഉണ്ടാകുന്നൊരു പ്രദേശമായിരുന്നു. അവിടുത്തെ ആൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നെങ്കിൽ മാറി താമസിക്കാൻ കഴിയുമായിരുന്നു, ആൾനാശം ഒഴിവാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു. അതുണ്ടായില്ല. മാത്രമല്ല, പുലർച്ചെ 2:30 മണിക്കുണ്ടായ ആ ദുരന്തത്തിൻ്റെ ഭാഗമായി ഈരാറ്റുപേട്ട ടൗണിൽ ഭയാനകമായ രൂപത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. 2 നില കെട്ടിടം ഉൾപ്പെടെ മുങ്ങിപ്പോയി. 320ഓളം കടകളിലെ മുഴുവൻ സാധനങ്ങളും നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് വന്ന് വൻ നാശനഷ്ടം ഉണ്ടായ ഒരു സംഭവമാണ് ഈരാറ്റുപേട്ട ടൗൺ. മുനിസിപ്പൽ പ്രദേശത്തെ 700-ൽ പരം വീടുകളിലാണ് വെള്ളം കയറുന്നത്. പലരെയും രക്ഷപ്പെടുത്തുന്ന രംഗത്ത് അവിടുത്തെ യഥാർത്ഥത്തിൽ സന്നദ്ധ സംഘടനയുടെ ഇടപെടൽ, അതൊരു പ്രത്യേകമായി നമുക്കറിയാം. ടീം എമർജൻസി, നന്മക്കൂട്ടം, ടീം റെസ്ക്യൂ, ഇവരെല്ലാം രംഗത്തിറങ്ങി നടത്തിയ നല്ല ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈരാറ്റുപേട്ടയിലെ മരണസംഖ്യ കുറഞ്ഞത്. വീടുകളിൽ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരുന്നവരെ അവരെല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്ന വള്ളവും ബോട്ടും ഒക്കെ ഉപയോഗിച്ച് നടത്തിയ നല്ലൊരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് പലരെയും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി അവർ രക്ഷപ്പെടുത്തിയത്. ഇതുകൂടാതെ മീനച്ചി താലൂക്കിൽ തന്നെ തലപ്പലം, തലനാട്, ഇപ്പുറത്ത് മൂന്നിലവ് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കൃഷിക്കാർക്കുണ്ടായിട്ടുള്ള വൻ നഷ്ടം, വീടിൻ്റെ ചില ഭാഗങ്ങൾ ഇടിഞ്ഞുപോയത്, ഒരു ക്യാമ്പിൽ പശുക്കളാകെ നഷ്ടപ്പെട്ട ഒരു സ്ഥിതിവിശേഷം ഒരു ഫാമിൽ, അതുപോലെ പന്നി വളർത്തൽ കേന്ദ്രം നഷ്ടപ്പെട്ടവർ, ഒട്ടേറെ മൃഗങ്ങൾ വെള്ളത്തിൽ ഒലിച്ചുപോയി, കൃഷിയുടെ വലിയ രൂപത്തിലുള്ള നാശനഷ്ടം, ഇതെല്ലാം ആ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി മീനച്ചിൽ താലൂക്കിൻ്റെ ഭാഗത്തുണ്ടായതാണെങ്കിൽ പാലായിലേക്ക് വരുമ്പോൾ കച്ചവടക്കാർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങളുണ്ട്. ഓണ സീസണിന് വേണ്ടിയുള്ള കച്ചവടത്തിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഒട്ടനവധി സാധനങ്ങളായിരുന്നു ഈരാറ്റുപേട്ടയിലും പാലായിലുമുള്ള കച്ചവടക്കാരിലൊക്കെ ഉണ്ടായത്. അതിൽ ഈരാറ്റുപേട്ടയിലെ ഇനി കച്ചവടക്കാരെല്ലാം ഒന്നേം തുടങ്ങേണ്ടിയിരിക്കുന്നു. ഒരാൾക്കും ഒന്നും അവശേഷിക്കുന്നില്ല. ഞാൻ അവിടുത്തെ എല്ലാ കച്ചവടക്കാരെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഓഫീസിൽ പോയിരുന്നു. അവർ കൂടിയിരുന്നവരുടെ വിവരങ്ങൾ പറഞ്ഞു. അവരുടെ പ്രാഥമിക കണക്കനുസരിച്ച് 30 കോടി രൂപയുടെ നാശനഷ്ടം ഈരാറ്റുപേട്ട ടൗണിൽ മാത്രമുള്ള കച്ചവടക്കാർക്കുണ്ടായി. പ്രാഥമിക കണക്കാണ്, അവർ മുഴുവൻ കണക്കെടുത്തുകൊണ്ടിരിക്കുന്നത്.
ഇതുകൂടാതെ 700-ൽ പരം വീടുകളിലുണ്ടായിരുന്ന അവരുടെ അടുപ്പുകൾ, ഗ്യാസ് സിലിണ്ടറുകൾ, കിടക്കകൾ എല്ലാം ഒഴുകിപ്പോയതുകൊണ്ട് അവരും ജീവിതം ഒന്നേ തുടങ്ങേണ്ട സ്ഥിതിയിലാണ് ഈരാറ്റുപേട്ട ഉണ്ടായി. പരിസര പ്രദേശത്തെ കുടുംബങ്ങൾ, മറ്റ് കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ. ആ വെള്ളം താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായൊരു പ്രശ്നം, ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഇന്നും കുമരകത്തേക്ക് പോകുമ്പോൾ നമുക്ക് സാധാരണ കാറിൽ പോകാൻ പറ്റില്ല, ചെറിയ വണ്ടിക്കൊന്നും പോകാൻ പറ്റില്ല. ഇന്നലെ രാത്രിയും ഞങ്ങൾ പോയിരുന്നു. ഞങ്ങൾ പോയ ടോറസും അതുപോലെ തന്നെ നമുക്ക് ബൊലേരോ ജീപ്പും ഒക്കെ ഉപയോഗിച്ചാണ് ഞങ്ങളവിടെ പോയത്. അങ്ങനെ പോകാൻ കഴിയാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്തെന്ന് ചോദിച്ചാൽ, വൈക്കത്ത് തണ്ണീർമുക്കം ബണ്ടുമായി ബന്ധപ്പെട്ടും അതുപോലെ കരിയർ സ്പിൽവേയുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിൽ പുല്ലും പോളകളും വന്നടിഞ്ഞിട്ട് ഒഴുക്കുകളില്ലാതെ വരുന്നു. അതിൻ്റെ ഫലമായി ഈ കിഴക്കുന്നൊഴുകി വന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതി വന്നപ്പോഴാണ് ഇത്രയും ദിവസമായിട്ടും കുമരകം, തിരുവാർപ്പ്, അയ്മനം, ആർപ്പൂക്കര, നീണ്ടൂര്, വെച്ചൂര് ഈ പ്രദേശങ്ങളെല്ലാം വെള്ളം ഇറങ്ങിപ്പോകാത്ത കിടക്കുന്ന സ്ഥിതിവിശേഷം. അതുകൊണ്ടാണ് ഈ ക്യാമ്പുകളിൽ ഇപ്പോഴും കഴിയേണ്ടി വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇന്നലെ രാവിലെ ഞാൻ കളക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആക്ട് ചെയ്തു. അദ്ദേഹം അതിനെ തുടർന്ന് ഒരു ഹിറ്റാച്ചി അയക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഹിറ്റാച്ചി ഒന്ന് പണി തുടങ്ങിയപ്പോഴേക്കും കുറേ കഴിഞ്ഞപ്പോൾ അത് കേടായി. അങ്ങനെ ഒരു അവസ്ഥ കൂടി ഉണ്ടായി. ഹിറ്റാച്ചി കുറേ പ്രവർത്തനം നടത്തിയിരുന്നു, പക്ഷേ അത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും അതുകൊണ്ട് തന്നെ വെള്ളം കെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ കാര്യം തിരിച്ചറിയേണ്ടത്, ഇങ്ങനൊരു മുൻകരുതലുകളോ വേണ്ട രൂപത്തിലോ ഇടപെടലോ നടത്താത്തതിൻ്റെ ഫലമായി വണ്ടികളൊന്നും എത്താത്ത ഒരു സ്ഥലത്ത് ആംബുലൻസ് സർവീസ് ഒരുക്കണ്ടേ? യഥാർത്ഥത്തിൽ ഭരണ സംവിധാനങ്ങളുടെ ക്രമീകരണങ്ങളനുസരിച്ച് വകുപ്പുകളുടെ ഏകോപനം വേണ്ടേ? അങ്ങനെ ഏകോപനം ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായി നമുക്ക് ആ ക്യാമ്പുകളിൽ കിടക്കുന്ന ആൾക്ക് രോഗം വന്നാൽ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ 2 പേർ കുമരകത്ത് മരിക്കുമായിരുന്നില്ല. 2 പേർ മരണപ്പെട്ടത് സമയത്ത് ആംബുലൻസ് കിട്ടാതിരുന്നതിനെ തുടർന്നാണ്. അവസാനം കുമരകം പോലീസ് സ്റ്റേഷനിൽ ഡ്രൈവർ വന്നിട്ടാണ് ആ രോഗിയെ കയറ്റുമ്പോഴേക്കും രോഗി മരിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ കുമരകം പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറാണ് പിന്നെ ആ രോഗിയെ ആംബുലൻസ് വീട്ടിലെത്തിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടായതും വാകത്താനത്ത് 11 വയസ്സുകാരൻ മിലൻ മരിക്കാൻ ഇടവന്നത് അത്തരൊരു കുഴി അവിടെ കിടന്നിരുന്നത് യഥാർത്ഥത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അത് ശ്രദ്ധിക്കാതെ അധികൃതർ മൂടാതെയും പോയതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. ഇങ്ങനെയുള്ള നിരവധി അശ്രദ്ധകളുടെയും സംവിധാനങ്ങളുടെ കോർഡിനേഷൻ്റെ അഭാവവുമാണ് ഈ മരണം ഇത്രയും വർദ്ധിക്കാനും നമ്മുടെ ജില്ലയിലെ ഈ ദുരന്തങ്ങൾ ഇത്ര ആഴത്തിൽ വരാൻ ഇടവന്ന സാഹചര്യം എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുകയാണ്.